അൻവറിനുള്ള വാതിലടച്ചത് അന്തിമമായില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട്. രാഷ്ട്രീയത്തിൽ ഓരോ വോട്ടും പ്രധാനമാണ്. മുന്നണി വിപുലീകരണത്തിൽ ഒരു പാർട്ടിയുമായും ചർച്ച നടത്തിയിട്ടില്ല. ജോസ് കെ മാണി ഇല്ലാതെയും മലയോര മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി സഹകരണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിലമ്പൂരിലെ നിലപാട് തുടരുന്നതിൽ ലീഗിന്റെ അഭിപ്രായമടക്കം കേൾക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവറിന്റെ UDF-മായിട്ടുള്ള ബന്ധത്തെ ഉലച്ചതിൽ പ്രധാനി അൻവറാണ്. ചിരവൈര്യം ആർക്കുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകളില്ല. അപ്പോൾ ഓരോ വോട്ടിനും അതിൻ്റെ വാല്യൂ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമുക്ക് കിട്ടാത്ത വോട്ടിനെ കുറിച്ച് നമ്മൾ കിട്ടാത്ത മുന്തിരിക്കാൻ പുളിക്കൊന്നും പറയുന്നില്ല. അൻവറിൻ്റെ എന്നേക്കുമായി അടഞ്ഞൊരു അധ്യായമാണെന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല. രാഷ്ട്രീയത്തിൽ വരുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഡെവലപ്മെന്റ്സ്. അത്രയാണ്. ഇപ്പം നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അതിൽ തന്നെ ജോസ് കെ മാണിയുടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം ടാർഗറ്റ് അതാണെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ? ഞാനിപ്പോൾ നിലമ്പൂർ ജയിച്ചല്ലോ. കാർഷിക മേഖലയല്ലേ? കാർഷിക മേഖലയല്ലേ? നിലമ്പൂർ കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ പോയ ആളെന്ന് പറഞ്ഞിട്ടല്ലേ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായത്. എന്നിട്ട് എത്ര വോട്ട് പോയി? വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങളുണ്ടാക്കിയ ബാന്ധവത്തെയാണ് ഏറ്റവും കൂടുതലായി വിമർശനത്തിന് ഉപയോഗിച്ചത് നിങ്ങൾക്കെതിരെ നിലമ്പൂരിൽ. ഒന്ന്, ഞങ്ങൾ ഒരു മുന്നണിയായിട്ട് അവരുമായിട്ടൊരു മുന്നണിയിലും ഏർപ്പെട്ടിട്ടില്ല. ഒരു സഖ്യവുമില്ല. CPM-ന്റെ തെറ്റായ പ്രചരണമാണ്. CPM-നെ അവർ സഹായിച്ചപ്പോൾ അവർ നല്ല ആളുകൾ. അതാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളെല്ലാവരും. CPM-ന്റെ അവസരവാദമാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത്. അത് വോട്ടർമാർ വിശ്വസിക്കുക തന്നെ ചെയ്തു.